Good morning. A warm welcome to our bio class. So the second chapter, the last class, we have discussed about tissue. Okay, definition of tissue. Group of similar cells that have a common origin and perform specific functions. And today we are going through the two topics, cell differentiation and stem cell research. കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒന്നാണ് ഇത് രണ്ടും. ലാസ്റ്റ് ഡേ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. വൈ ഡു വി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ഇൻ അവർ ബോഡി? അല്ലേ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് പലതരത്തിലുള്ള സെൽസ് ഉണ്ട്. അപ്പം അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ്. അത് നമുക്കറിയാം നന്നായിട്ടല്ലേ. ഓരോ സെല്ലും ഓരോ ഗ്രൂപ്പ് ഓഫ് സെല്ലും ഓരോ ഫങ്ഷനാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ബോഡിക്ക് എല്ലാ സെൽസിനും എല്ലാ ഫങ്ഷൻസും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ വി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. നമ്മളിവിടെ പറയുന്നത്, ഇവിടെ ചോദിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഇത്രയും വെറൈറ്റി ഓഫ് സെൽസ് ഉണ്ടായത് എന്നാണ്. അതിൻ്റെ റീസണിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും, ഓക്കെ, മസിൽ സെൽസ്. മസിൽ സെൽസ് ടുഗെദർ ഫോം മസിൽ ടിഷ്യൂ. Then nerve cells together form nervous tissue. These two cells are entirely different. Cell size, cell shape related to cell function. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമുക്കറിയേണ്ടത് ഇതെന്താണ് ഇങ്ങനെ ഇത്രത്തോളം ഡിഫറെൻ്റ് ആയതെന്നാണ്. എങ്ങനെയാണ് ഇത് ഇങ്ങനെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽസ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ എല്ലാ സെൽസും നമ്മൾ കാണിച്ച മസിൽസ് അല്ല, നെർവ്സ് അല്ല, എന്തും ആയിക്കോട്ടെ, അതൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒറ്റ ഒരു സെല്ലെന്നാണ്. വിച്ച് ഈസ് ദാറ്റ് സെൽ? സൈഗോട്ട്. ഓക്കെ, സൈഗോട്ട്. ദാറ്റ് ഈസ് ആൻ അൺഡിഫറൻഷിയേറ്റഡ് സെൽ. മീൻസ് അതിന് പ്രത്യേകിച്ച് ഒരു ഡ്യൂട്ടി ഒന്നും കൊടുക്കാത്ത ഒരു സെല്ല് ഡിഫറൻഷിയേറ്റഡ് ആയി എന്ന് പറയുമ്പോൾ അത് ഡ്യൂട്ടി കിട്ടിയ സെല്ലായിരിക്കും. ഓക്കെ, അതിന് ഏത് ഫങ്ഷനാണ് സ്പെസിഫിക് ആയിട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ സൈഗോട്ട് എന്ന് പറയുന്ന സെൽ, ഇതിനങ്ങനെ ഒരു പ്രത്യേക ഡ്യൂട്ടി ഒന്നും അസൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ വേറെ ഡ്യൂട്ടീസ് ഒന്നും ഇല്ലെങ്കിൽ ആ സെല്ല് ചെയ്യുന്ന ഡ്യൂട്ടി ഡിവിഷൻ ആയിരിക്കും. സോ അവർ ബോഡി ദാറ്റ് ഇസ് ഡെവലപ്ഡ് ഫ്രം എ സിംഗിൾ സെൽ കോൾഡ് സൈഗോട്ട്. ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ സിംഗിൾ ഡിവിഷൻ. ഈ സെല്ല് നമുക്കറിയാലോ, ഈ സൈഗോട്ട് എന്ന് പറയുന്ന സെല്ലാണ് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നത് അല്ലേ. മദറിൻ്റെ ഒരു സെല്ലും ഫാദറിൻ്റെ സെല്ലും കൂടി ജോയിൻ ചെയ്തിട്ടാണ് സൈഗോട്ട് ഉണ്ടാവുന്നത്. സോ ആ സൈഗോട്ട് നിന്നാണ് നമ്മളൊക്കെ ഉണ്ടാവുന്നത്, ആ ഒരു സിംഗിൾ സെൽ. ആ ഫ്രം എ സിംഗിൾ സൈഗോട്ട് we are multicellular organisms now, and we have different kinds of cells. So we need to know how it is possible. How do these varieties of cells forming from a single different undifferentiated cell named zygote? The zygote. So first of all, it undergoes division. This is not just a single division. It is the continuous divisions. So the zygote that first divided into 2, then 4, okay, then 8. അങ്ങനെ അതിൻ്റെ നമ്പർ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഡിവൈഡ് ചെയ്ത് ഏകദേശം ഒരു 8 സെൽസ് ഒക്കെ ഉള്ളൊരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും വി വിൽ ഗെറ്റ് ദിസ്. ഓക്കെ, വി വിൽ ഗെറ്റ് ദിസ് സ്ട്രക്ചർ. ആൻഡ് യു ക്യാൻ കോൾ ദിസ് സ്ട്രക്ചർ ആസ് ഫീറ്റസ്. ഇതാണ് നമ്മൾ ഗർഭസ്ഥ ശിശു എന്നൊക്കെ പറയും, ഫീറ്റസ്. ഇവിടെ കാണുന്നത് ഈ ഓരോ സെല്ലും സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായ സെൽസാണ്. അപ്പോൾ ആ ഫീറ്റൽ സെൽസ് എന്ന് പറയുന്നത് ദേ ആർ പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെൽസ്. ഇറ്റ് മീൻസ് വൈൽ ഡിവൈഡിങ് ദ സൈഗോട്ട്, വൈൽ ദ ഡിവിഷൻ ഓഫ് സൈഗോട്ട്, ദിസ് ഈസ് എൻ അൺഈക്വൽ ഡിവിഷൻ. അൺഈക്വൽ എന്ന് വെച്ചാൽ ഈ സൈഗോട്ട് കറക്റ്റായിട്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ടല്ല കട്ടാവുന്നത്. ഒരു ഭാഗം കുറച്ച് വലുതും ഒരു ഭാഗം കുറച്ച് ചെറുതുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ സൈഗോട്ട് പല തവണ ഡിവൈഡ് ചെയ്തിട്ട് ഒരുപാട് സെൽസ് ഉണ്ടാവും. അതൊക്കെ ചേർന്നിട്ടാണ് ഫീറ്റസ് ആവുന്നത്. ഓക്കെ, ആ ഓരോ സെല്ലും
അതിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടാവും. ചെറിയൊരു സ്ലൈറ്റ് ചേഞ്ച് ഇൻ ദെയർ സൈസ്. ഓക്കെ, സോ വി ക്യാൻ കോൾ ദോസ് സെൽസ് ആസ് പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെൽസ്. ചെറിയൊരു വ്യത്യാസമുള്ള സെൽസ്. ഓക്കെ, ഫീറ്റൽ സെൽസ്. Is it clear? Okay, so the forms of fetus consisting cells of different shape, size and content. ഓക്കെ, ഈ സെൽസിൻ്റെ എല്ലാം എന്താണ് ഷേപ്പ് നോക്കിയേ. ഓരോന്നിൻ്റെ ഷേപ്പിൽ എന്താണ്, ഇത് നല്ല ഹെക്സഗോണിൻ്റെ ഷേപ്പാണ് അല്ലേ, 6 സൈഡുള്ള ഹെക്സഗോണിൻ്റെ ഷേപ്പാണ്. ഇത് ഏകദേശം ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പുള്ള ഇതിൽ വരുന്നതാണ്. അങ്ങനെ ഓരോ സെൽസിനും ഓരോ ഷേപ്പാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. സൈസിലും വ്യത്യാസമുണ്ട്. ചിലത് വളരെ ചെറുതായിരിക്കും, വെരി സ്മോൾ. ദെൻ ദിസ് ഇസ് ബിഗ്. ദെൻ സൈസ് കുറയാന്ന് വെച്ചാൽ അതിലുള്ള കണ്ടൻറ്റ്, അതിലടങ്ങിയിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ അളവ് കുറവും. സൈസ് കൂടുക എന്ന് വെച്ചാൽ കണ്ടൻറ്റ്, സൈറ്റോപ്ലാസത്തിൻ്റെയും ഓർഗാനൽസിൻ്റെയും കണ്ടൻറ്റ് കൂടുതൽ. ഓക്കെ, സോ ദ ഫീറ്റൽ സെൽസ് ആർ ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ്, സൈസ് ആൻഡ് കണ്ടൻറ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു വെച്ചാൽ ദിസ് ഫീറ്റൽ സെൽസ് ഗ്രാജുവലി അറ്റൈൻ ചേഞ്ച് ഇൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ഇതിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ത് ചെയ്യും, ഒരു പുതിയ സ്ട്രക്ചറായിട്ട് മാറും. മേ ബി ഇറ്റ് ഫോംസ് ദ ഹാർട്ട്. ദെൻ അനദർ ഗ്രൂപ്പ് ഓഫ് സെൽ വിൽ ഫോം ദ ആംബഡ്. ആംബഡ് ആവും. ആംബഡ് എന്ന് വെച്ചാൽ നമ്മളെ കയ്യും കാലും ഒക്കെ ഡെവലപ്പ് ആവുന്നത് ആംബഡ്സ് എന്നാണ്. അപ്പം അങ്ങനെ ഓരോന്നും ഓരോ ഗ്രൂപ്പ് ഓഫ് സെൽസും ഓരോ ഓർഗൻസ് ആയിട്ടോ ബോഡി പാർട്സ് ആയിട്ടോ മാറാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മാറി വേറെ വേറെ ഓർഗൻ ആവുക വെച്ചാൽ ഓരോ ഓർഗനും ഓരോ ഫങ്ഷനാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസും മാറി. ഓക്കെ, സോ ദ ഫീറ്റൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെൽസ് will complete their differentiation. Means they will attain a particular structure and they will assume a particular function. So this process that is known as cell differentiation. Okay, so here you can see some of the cells forms nerve cells. So partially differentiated cells are forming completely differentiated nerve cell. Then completely differentiated bone cell, blood cell, muscle cell. Differentiated എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു പ്രത്യേക ആകൃതിയൊക്കെ കിട്ടിയ അതിനനുസരിച്ചുള്ള ധർമ്മം ചെയ്യുന്ന സെല്ലായിട്ട് മാറുക. അപ്പം എന്താണ് സെൽ ഡിഫറൻഷിയേഷൻ? ഒരു സെല്ലിൽ നിന്ന് കുറേ സെൽസ് ഉണ്ടാവുമ്പോൾ ആ ഉണ്ടായ സെൽസ് എല്ലാം തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കാൻ തുടങ്ങും മെല്ലെ മെല്ലെ. ഓക്കെ, അത് ഏതിലൊക്കെ ആയിരിക്കും? അവരെ ഘടനയിലാവാം, സ്ട്രക്ചർ, ഷേപ്പിൽ. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കണ്ടൻ്റ് ഉണ്ടോ അതിലാവാം. ഉള്ളിലെ കണ്ടൻ്റ് എന്ന് വെച്ചാൽ ചിലതിന് സൈറ്റോപ്ലാസം കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. സെൽ ഓർഗനൽസിൻ്റെ നമ്പർ ആവാം. അപ്പോൾ കണ്ടൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, അതുപോലെ പിന്നെ വേറെ ഒരു കാര്യം സൈസാണ്. കണ്ടൻറ്റ് കൂടുമ്പോൾ സൈസ് കൂടൂലേ, കണ്ടൻറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യും? സൈസും കുറയും. നമ്മളൊരു ബലൂണ് ഊതി വീർപ്പിക്കുമ്പോൾ അതിനെ നമുക്ക് വലിയതാക്കാനും പറ്റും, ചെറുതാക്കിയിട്ട് ഊതി വീർപ്പിക്കാനും പറ്റും. ചെറുതാക്കുക എന്ന് വെച്ചാൽ അത്രയും എയറാണ് അതിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നുള്ളൂ, കണ്ടൻറ്റ് കുറവാണ് അതിൽ. വലിയൊരു ബലൂണാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എയർ നമ്മൾ അതിലേക്ക് പാസ് ചെയ്യും. അതായത് അതിൽ കുറച്ച് കൂടുതൽ എയറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും, അതല്ലേ അർത്ഥം. അപ്പോൾ വലുതും ചെറുതും എന്തിൻ്റെ ബേസിലാണ് വരുന്നത്? കണ്ടൻറ്റ് കൂടുതൽ, കണ്ടൻറ്റ് കുറവ്, സെല്ലിൻ്റെ കേസിൽ. ഓക്കെ, സോ ഈസ് ഇറ്റ് ക്ലിയർ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സെൽ ഡിഫറൻഷിയേഷൻ. വൈ ഡു വി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ്? ബിക്കോസ് ഓഫ് we all are formed from a single cell zygote. It undergoes continuous divisions and forms the fetus. The fetus contains different cells with different shape, size and content. They gradually attain maximum change in their structure and function. That process that is known as cell differentiation. Okay, so cell differentiation നമ്മൾ ജസ്റ്റ് നോക്കുവാണ്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള 2
ഹിൻസ് ഉണ്ട്, സൂചകങ്ങളുണ്ട്. ഇതിലൊന്നാമത്തേതാണ് formation of fetus. Okay, we all are formed from an undifferentiated cell named zygote. You know that zygote is a fertilized egg. അല്ലേ? അതിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായിട്ടുള്ളത്. The zygote undergoes continuous divisions and form a multicellular fetus. അല്ലേ? ആ സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് ഒരുപാട് സെൽസ് ഉണ്ടാവും. അതെല്ലാം ചേർന്ന് ഒരു എല്ലാം കൂടി ചേർന്നിട്ടുണ്ടാവുന്ന സ്ട്രക്ചറാണ് ഫീറ്റസ്. അപ്പം ഇങ്ങനെയാണ് ഫീറ്റസ് ഉണ്ടാവുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് സെൽ ഡിഫറൻഷിയേഷൻ. ഇപ്പം എന്താണ് സെൽ ഡിഫറൻഷിയേഷൻ്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്, പ്രാധാന്യം. ഇപ്പം എന്താണ് ഇതിനെ കൊണ്ട് എന്താണ് നമുക്ക് ഫീറ്റൽ സെൽസ്, ഫീറ്റസിൻ്റെ സെൽസ് എല്ലാം ഒരുപോലെയാണോ വേണ്ടത്? അല്ല, പലതരത്തിലാണ് അല്ലേ? കാരണം അതാണ് പിന്നീട് ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് മാറുന്നത്. ഒരു ഹ്യൂമൻ ബീങ് ആകുമ്പോൾ പല ടൈപ്പിലുള്ള സെൽസ്, 200 ടൈപ്സ് ഓഫ് സെൽസ് വിൽ ബി ദെയർ, ഷുഡ് ബി ദെയർ. അത് ഉണ്ടായിരിക്കണം, മിനിമം 200 കൈൻഡ്സ്. അപ്പം അത്രയും ടൈപ്പ് സെല്ലുണ്ടാവണമെങ്കിൽ ഈ ഫീറ്റസ് സെൽസിലെ ഓരോ സെല്ലും ഓരോ ഓരോ പ്രത്യേക തരം ഷേപ്പും സൈസും ഉള്ളതായിരിക്കണം അല്ലേ? കാരണം ആ ഫീറ്റസിലുള്ള സെൽസാണ് ഈ 200 കൈൻഡ്സ് ഓഫ് സെൽസ് ആയിട്ട് പിന്നെ മാറേണ്ടത്. സോ ദാറ്റ്സ് വൈ ദ ഫീറ്റൽ സെൽസ് ഗ്രാജുവലി അറ്റെയിൻ എ ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ടു ഫോം ദ സെൽസ് വിത്ത് ഡിഫറെൻറ്റ് ഷേപ്പ്, സൈസ് ആൻഡ് കണ്ടൻറ്റ്. ഓക്കെ, പല ഇതിലും ഷേപ്പിലും സൈസിലും കണ്ടൻറ്റിലും വരുന്ന സെല്ലായിട്ട് ഇതാണ് മാറുന്നത്. ഓക്കെ, ഇനി സെൽ ഡിഫറൻഷിയേഷൻ. സെൽ ഡിഫറൻഷിയേഷന് ഡെഫിനിഷൻ കൊടുക്കാൻ പറഞ്ഞാൽ ഇതാണ് ഡെഫിനിഷൻ: ദി പ്രോസസ് ബൈ വിച്ച് എ ഗ്രാജുവൽ ചേഞ്ച് ഹാപ്പൻസ് ഇൻ ദി ഫീറ്റസ് ടു ഫോം സെൽസ് വിത്ത് ഡിഫറെൻറ്റ് ഷേപ്പ്, സൈസ് ആൻഡ് കണ്ടൻറ്റ് is called cell differentiation. ഓക്കെ, എന്താണ് ഗ്രാജുവൽ ചേഞ്ച് ആണ്, പെട്ടെന്നുണ്ടാകുന്ന മാറ്റമല്ല. കുറച്ച് കാലം എടുത്ത് മെല്ലെ മെല്ലെ ഉണ്ടാകുന്ന മാറ്റം, അല്ലാതെ പെട്ടെന്ന് ഒറ്റയടിക്ക് ഉണ്ടാവുന്നതല്ല പുതിയ സെൽസ്. സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുന്ന സെൽസിന് മാറ്റം വന്ന് ചിലത് ചെറുതാവും, ചിലത് വലുതാവും, ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഷേപ്പ് വരും. ചിലത് അങ്ങനെ നെർവ്സ് എല്ലാം ലെങ്ത് കൂടിയിട്ട്, ചിലത് മസിൽസ് എല്ലാം, അങ്ങനെ പല സെൽസും പല ഷേപ്പിലായിട്ട് മാറും. അങ്ങനെ ആവണം അല്ലേ? എന്തുകൊണ്ടാണ്? അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ സിസ്റ്റത്തിനും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ അല്ലേ? നമ്മുടെ ഓരോ നെർവസ് സിസ്റ്റം ആണെങ്കിൽ അതിന് നെർവ്സ് സെൽസാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഹാർട്ടാണെങ്കിൽ ഹാർട്ടിന് അതിൻ്റെതായ സെൽസ് വേണം. നമുക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ മസിൽ സെൽസ് വേണം. അതുകൊണ്ട് തന്നെ ഈ ഫീറ്റൽ സെൽസ് എല്ലാം ഒരുപോലെ ആയിക്കൂടാ. എന്ത് ചെയ്യണം? ഇതൊക്കെ മെല്ലെ മെല്ലെ മാറി അത് ആ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴേക്കും അത് എന്ത് ചെയ്യണം? ആ കുഞ്ഞിൻ്റെ ബോഡി പാർട്ടും ബോഡി ഓർഗൻസുമായിട്ട് മാറണം ആ സെൽസ് എല്ലാം. അപ്പം അങ്ങനെ മാറണമെങ്കിൽ ഓരോ ബോഡി ഓർഗനിലും പല ടൈപ്പ് സെൽസാണ് ഉണ്ടാവുന്നത്. ആ പല ടൈപ്പ് സെൽസായിട്ട് മാറണം. ഈ ഓൾറെഡി ഉള്ള ഫീറ്റൽ സെൽസ് അങ്ങനെ മാറ്റം വരണം. അവരുടെ ഷേപ്പിലും സൈസിലും കണ്ടൻറ്റിലും വ്യത്യാസം വരണം. ആ പ്രോസസ്സാണ് സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന രണ്ടാമത്തെ ടോപ്പിക്കാണ് സ്റ്റെം സെൽ റിസർച്ച്. എ ജയന്റ് ലീപ്പ് ഇൻ സ്റ്റെം സെൽ റിസർച്ച്. ഒരു കുതിച്ചു ചാട്ടം, സ്റ്റെം സെൽ റിസർച്ചിലുള്ള ഒരു കുതിച്ചു ചാട്ടം. സയൻസ് ഹാസ് സക്സീഡഡ് ഇൻ ആർട്ടിഫിഷ്യലി ഡെവലപ്പിംഗ് ടിഷ്യൂസ് ഫ്രം സ്റ്റെം സെൽസ്. A lot of research has gone into this achievement, which would become a milestone in the field of medicine. Science has succeeded in artificially developing tissues from stem cells. Stem cells എന്ന് artificially developing tissues. Artificial tissues. കൃത്രിമമായിട്ട് കുറേ ടിഷ്യൂസ് ഉണ്ടാക്കാനുള്ള ആ ഒരു സക്സീഡ് ചെയ്തു. ആ ഒരു കാര്യം സക്സീഡ് ചെയ്യാന്ന് വെച്ചാൽ ജയിച്ചു. നമ്മളെ ശാസ്ത്രലോകം ജയിച്ചു.
A lot of research has gone into this achievement. ഇത് കിട്ടാൻ വേണ്ടി, ഈ ഒരു പുരോഗതി നേടാൻ വേണ്ടി ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് റിസർച്ചസ്, ഗവേഷണങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. Then, which would become a milestone in the field of medicine. അല്ല, മെഡിക്കൽ ഫീൽഡിൽ ഇതൊരു നാഴികക്കല്ലാവെന്ന് പറയും. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ the meaning of stem cell. What are these stem cells? Are they the cells within seeds? ഇത് ഒരു കുട്ടിയുടെ ഡൗട്ടാണ്. സ്റ്റെം സെൽ എന്ന് പറയുന്നത് സീഡിൻ്റെ ഉള്ളിലുള്ള സെല്ലാണോ? ഒരിക്കലും അല്ല. സ്റ്റെം സെൽ എന്താണെന്നുള്ളത് നമ്മളിനി പഠിക്കാൻ പോവുകയാണ്. സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് ഏത് സെല്ലായിട്ടും മാറാൻ കഴിവുള്ള സെൽസാണ്. ഓക്കെ, ഒരു സ്റ്റെം സെൽസിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഡിഫറൻഷിയേഷൻ നടന്ന് ഡിഫറൻഷിയേഷൻ എന്ന് വെച്ചാൽ ചേഞ്ചാണ്. സ്ട്രക്ചറിലും ഷേപ്പിലും സൈസിലും ഒക്കെ ചേഞ്ച് വരുത്താൻ പറ്റും. അങ്ങനെ സ്വയം ചേഞ്ച് വരുത്തി ഡിഫറൻഷിയേഷൻ നടത്തി കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റഡ് ആയി അങ്ങനെ ഏത് സെല്ലായിട്ടും മാറാൻ പറ്റുന്ന സെൽസാണ് സ്റ്റെം സെൽസ്. അവർക്ക് നെർവ് സെല്ലാവാം, മസിൽ സെല്ലാവാം, എന്തും ആവാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാ സ്റ്റെം സെൽസിൻ്റെ പ്രത്യേകതയാണ്. വേറൊരു സെൽസിനും ഈ ഒരു പ്രത്യേകത ഇല്ല. അവർ ബോൺ ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് സെല്ലാണോ അവർ എന്താണ് ഡൈ ഔട്ട് ചെയ്യുന്നത് വരെ അങ്ങനെ തന്നെ ആയിരിക്കും. ബ്ലഡ് സെല്ലായിട്ടാണ് ബോൺ ചെയ്തെങ്കിൽ ബ്ലഡ് സെൽ തന്നെ ആയിരിക്കും, ലൈസ് ഇൻ ദ ബ്ലഡ്. മസിൽ സെല്ലായിട്ടാണ് ബോൺ ചെയ്തെങ്കിൽ മസിൽ ടിഷ്യൂസിൽ അവരുണ്ടാവും. പക്ഷെ സ്റ്റെം സെൽസ് അങ്ങനെയല്ല. അവരെവിടെ ബോൺ ആയാലും ഏത് ബോഡി പാർട്ടിൻ്റെ ഭാഗമായിട്ടിരുന്നാലും അവർക്ക് അവരുടെ സ്ട്രക്ചർ മാറ്റാൻ വേണ്ടി പറ്റും, വേറെ സെല്ലായിട്ട് മാറാൻ പറ്റും. ഓക്കെ, വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് സ്റ്റെം സെൽസ് വെൻ കമ്പയർഡ് ടു അതർ സെൽസ്? പെക്യുലാരിറ്റീസ് മീൻസ് സ്പെഷ്യാലിറ്റീസ്. എന്താണ്? സ്റ്റെം സെൽസ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽസ് ബൈ അണ്ടർഗോയിങ് കോൺസ്റ്റൻറ്റ് ഡിഫറൻഷിയേഷൻ. സോ ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി. They can undergo constant differentiation to form any kind of cells. ഓക്കെ, അപ്പോൾ ഏത് തരത്തിലുള്ള സെൽസായിട്ട് മാറാൻ വേണ്ടിയിട്ടും ഈ സ്റ്റെം സെൽസിന് സാധിക്കും. ഇതാണ് സ്റ്റെം സെൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി how is the destruction of cells in tissues compensated when the tissue is damaged with a wound? ഇതെല്ലാം ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റെം സെൽ റിസർച്ചിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു മുറിവ് വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടിഷ്യൂ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്താവും? ഡാമേജ് ഉണ്ടാവും. അങ്ങനെ ഡാമേജസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ ഡാമേജൊക്കെ ഇല്ലാണ്ടാവില്ലേ? മുറിവിൽ ഉണങ്ങുന്നുണ്ടല്ലേ, ഹീലാവും. ഇതാണ് ചോദ്യം. എങ്ങനെയാണത് ഉണങ്ങുന്നത് അല്ലെങ്കിൽ ആ ഒരു ഡാമേജിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത്? കോമ്പൻസേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് പുതിയ സെൽസ് വരിക. അതെങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അത് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. എന്താണ്? സ്റ്റെം സെൽസ്. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് മുറിവുണ്ടായി അവിടുത്തെ ടിഷ്യൂസ് ഡാമേജ് ആയാൽ നമ്മുടെ ബോഡിയിലുള്ള സ്റ്റെം സെൽസ് എന്ത് ചെയ്യും? ആ ഏരിയയിലേക്ക് വരികയും അവിടെ വെച്ചിട്ട് അവർ ഏത് സെല്ലാണോ ഡാമേജ് ആയിപ്പോയത് ആ സെല്ലായിട്ട് അവർ ട്രാൻസ്ഫോം ആവും, ചേഞ്ച് ആവും. ഓക്കെ, അവരുടെ ഷേപ്പും കണ്ടൻറ്റും സൈസും ചേഞ്ച് ആവും. ഇസ് ഇറ്റ് ക്ലിയർ? സോ വെൻ ദ സെൽസ് ഇൻ ടിഷ്യൂസ് ഗെറ്റ് ഡെസ്ട്രോയിഡ് ദെൻ ദ ന്യൂ സെൽസ് ഡെവലപ്പ് ഫ്രം ദി സ്റ്റെം സെൽസ്. സോ ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് സ്റ്റെം സെൽസ്. ദെൻ where do we see the stem cells in our body? നമുക്കറിയണ്ടേ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പം മെയിനായിട്ട് നമ്മുടെ സ്റ്റെം സെൽസ് ഉള്ളത് ഒന്ന് നമ്മുടെ ബോൺ മാരോയിലാണ്. ബോൺ മാരോ. ഓക്കെ, ഇപ്പോൾ ബോൺ മാരോന്ന് ചില സെൽസ് നമുക്ക് എടുത്തിട്ട് ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസ് എല്ലാം ആണെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ഭാഗത്തിനെ ക്യാൻസർ ബാധിച്ചാൽ ആ ഭാഗം സർജിക്കലി റിമൂവ് ചെയ്ത ശേഷം ഈ ബോൺ മാരോന്ന് എടുക്കുന്ന സ്റ്റെം സെൽസ് വെച്ചിട്ട് ഒരുപാട് മൾട്ടിപ്പിൾസ് ഓഫ് സെൽസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ആ സെൽസ് നമ്മൾ എന്താണ് എവിടെയാണോ ഒഴിവുള്ളത്
സെൽസിൻ്റെ ആ ഒരു ഒഴിവ് നികത്തേണ്ടത്, കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്, അവിടെ നമുക്കതിനെ ഫിറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് കഴിയുമ്പോഴേക്കും അത് ആ നശിച്ചു പോയ സെൽസിന് പകരം പുതിയ സെല്ലായിട്ട് മാറി വരും. സോ ബോൺ മാരോയിലുണ്ട് ഈ സ്റ്റെം സെൽസ്, നമ്മുടെ സ്കിന്നിലുണ്ട്. ഓക്കെ, നമ്മൾ അറിയാം പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ നമ്മൾ എന്താ കൂടുതൽ ഉപയോഗിക്കുക? ഒന്നുകിൽ മെയിനായിട്ട് നമ്മുടെ സ്കിന്നാണ് അല്ലേ, എവിടെയെങ്കിലുള്ള സ്കിൻ യൂസ് ചെയ്യും. അപ്പോൾ ആ സ്കിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും സ്കിന്നിലുള്ള സെൽസിനും എന്ത് ചെയ്യാൻ പറ്റും? ഏത് സെല്ലായിട്ടും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ദെൻ സെൽസ് ഇൻ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്, എംബ്രിയോ. എല്ലാ സെൽസും അല്ല, ചില സെൽസ്, അവരാണ് സ്റ്റെം സെൽസ്. അത് സയൻറ്റിസ്റ്റിന് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദെൻ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദിസ് ടു. വൈ ഈസ് സ്റ്റെം സെൽ റിസർച്ച് ഗെയിനിങ് ഇമ്പോർട്ടൻറ്റ്? എന്താണ് ഈ സ്റ്റെം സെൽ റിസർച്ചിന് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവേണ്ട കാരണം എന്താ? ഇത് തന്നെ, എന്താണ്, ഈ സെല്ലിന് എന്തായിട്ട് മാറാൻ പറ്റില്ലേ? ഇപ്പോൾ വളരെ യൂസ്ഫുൾ അല്ലേ? അതായത് നമുക്കിപ്പോൾ ഒരാളുടെ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്, ഒരു കിഡ്നി എന്താണ് പോയി കംപ്ലീറ്റ് ആയിട്ട്, ആ സർജറി ചെയ്തിട്ട് ശസ്ത്രക്രിയ ചെയ്തിട്ട് ആ കിഡ്നി റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പുതിയൊരു കിഡ്നി കിട്ടാൻ അത്രയും ബുദ്ധിമുട്ടാകുമ്പം എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ തന്നെ സ്റ്റെം സെൽസ് എടുത്തിട്ട് അതിനെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് സെൽസ് ഉണ്ടാക്കാനും ആ സെൽസിലൂടെ ഈ പുതിയൊരു കിഡ്നി ഉണ്ടാക്കാനും പറ്റും. ആർട്ടിഫിഷ്യൽ കിഡ്നി. അത് ആർട്ടിഫിഷ്യൽ കിഡ്നിയാണ് കേട്ടോ, ഒരു എലൈവ് കിഡ്നിയാണ്, പക്ഷെ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആർട്ടിഫിഷ്യലാണ്. സോ നമുക്ക് എന്തും ഈ പറഞ്ഞ സ്റ്റെം സെല്ല് വെച്ചിട്ട് നമുക്ക് ഏത് ടൈപ്പ് സെല്ലിനെയും ഏത് ടൈപ്പ് ഓർഗൻസിനെയും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ nowadays science can develop desired type of cells from stem cells in research centers under specific laboratory conditions. ഓക്കെ, ഇപ്പോൾ ലാബിലുള്ള കണ്ടീഷനിൽ, ലാബറട്ടറിയിൽ വെച്ചിട്ട് റിസർച്ച് സെൻറ്റേഴ്സ്, ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ടാവില്ലേ, അപ്പോൾ അവിടെ ലാബ് ഉണ്ടാവില്ലേ, അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്റ്റെം സെൽസിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതാണോ ആവശ്യം, അതാണ് ഡിസയേർഡ് സെല്ല് എന്ന് പറയുന്നത്, ആവശ്യമുള്ള സെൽസ് അതുണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഒരു ഓർഗൻ ആണെങ്കിൽ ഡിസയേർഡ് ഓർഗൻ, ആവശ്യമുള്ള ഓർഗൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്നത്, ഹ്യൂമൻ ബീങ്സ് ഉണ്ടാക്കുന്ന ഓർഗനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഓർഗൻ എന്ന് പറയുന്നത്. സോ ഓൾസോ ഇൻ ദി മാനുഫാക്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ഓർഗൻസ്. ഇനി വേറെ എന്തിനാണ് ഇത് ഉപയോഗിക്കുക? കുറേ ഡിസീസസ് ഉണ്ടല്ലേ, ബോൺ മാരോ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, ആലോചിച്ച് നോക്കിയേ എത്ര ബുദ്ധിമുട്ടുണ്ടല്ലേ. അപ്പം നമ്മളിപ്പം ഈ എന്താ പറയുക, ബോൺ മാരോ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ എല്ലാം ബാധിച്ചു കഴിഞ്ഞാൽ, ക്യാൻസറസ് ആകുമ്പോൾ നമുക്ക് ഈ സ്റ്റെം സെൽ ടെക്നോളജി യൂസ് ചെയ്തൂടെ? എവിടുത്തെ ഭാഗമാണോ റിമൂവ് ചെയ്ത് കളയുന്നത് ക്യാൻസർ വന്നിട്ട്, അപ്പോൾ ആ ഭാഗം അതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെയാണ് ഡയബറ്റീസും. ഡയബറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുണ്ടാവുന്ന ദോഷവും ഇത് തന്നെയാണ്. നമ്മുടെ ശരീരത്തിലെ പ്രത്യേകിച്ച് കൈകാലുകൾക്ക് ബാധിക്കാം. അപ്പം ഡയബറ്റീസിൻ്റെ അളവ് കൂടുതലാവുമ്പോൾ, പ്രശ്നം ഗുരുതരമാകുമ്പോൾ ചിലപ്പം നമ്മുടെ കൈകാലുകളിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുകയോ അങ്ങനെ കാലോ കയ്യോ ഒക്കെ ഒരു ഭാഗമോ അല്ലെങ്കിൽ മുഴുവനായോ മുറിച്ച് കളയേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ആർട്ടിഫിഷ്യൽ ഓർഗൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ എവിടെയാണോ പ്രോബ്ലം അത് റിമൂവ് ചെയ്ത് അതിന് പകരം അതേ ഭാഗം തന്നെ റീക്രിയേറ്റ് ചെയ്യാനും പുനർനിർമ്മിക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ വേറൊരു രോഗമാണ് പാർക്കിൻസൺ രോഗം. ഇതിന് കാരണം നമ്മുടെ നെർവ് സെൽസ് കൂട്ടത്തോടെ ഡെസ്ട്രോയ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പുതിയ നെർവ് സെൽസിന് ഉണ്ടാക്കാൻ പറ്റും. നെർവ് സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരിക്കലും നമുക്ക് ഓൾറെഡി ഉള്ള നെർവ് സെല്ല് ഒരിക്കലും പുതിയ നെർവ് സെൽ ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് ആ സെൽ ഒരിക്കലും ഡിവൈഡ് ചെയ്യാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നെർവ് സെല്ല് ഡെസ്ട്രോയിഡ് ആയാൽ അത് ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു ഒരു വിടവായിരിക്കും അത്. പക്ഷെ ഇപ്പം അത് നമുക്ക് സാധിക്കും. ആ ഒരു
വിടവ് ആ ഒരു ഡാമേജ് കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ പറ്റും. എന്തുകൊണ്ടാണ്? നമുക്കിപ്പോൾ പുതിയതായിട്ടുള്ള നെർവ് സെൽസ് ഈ സ്റ്റെം സെല്ല് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ നെർവ് സെൽസ് കൂടുതലായിട്ട് ഡാമേജ് ആകുമ്പോഴാണ് പാർക്കിൻസൺ ഡിസീസ് വരുന്നത്. സാധാരണ പ്രായമായവർക്കാണ് ഇത് വരുന്നത്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കയ്യും കാലമൊക്കെ വറക്കും. അപ്പോൾ ആ ഒരു രോഗമാണിത്. അപ്പോൾ അത് ഇപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും ഇപ്പോൾ അത് വരാം. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ നെർവ് സെൽസ് നശിക്കുന്നതുകൊണ്ടുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ രോഗങ്ങൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റിന് നമുക്കിത് ഉപയോഗിക്കാം അല്ലേ? ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദിസ് റിസർച്ച് ഓഫ് stem cells can bring about miraculous changes in the treatment of blood cancer, diabetes, Parkinson's disease, etc. and also in the manufacture of artificial organs. Is it clear? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഒന്നാമത്തത് നമ്മളെ ക്വസ്റ്റ്യൻ ആലോചിക്കുക. വൈ ഡു വി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ഇൻ അവർ ബോഡി? ബിക്കോസ് ഓഫ് സെൽ ഡിഫറൻഷിയേഷൻ. ഇത് നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും വെറൈറ്റീസ് ഓഫ് സെൽസ് ഉള്ളത്. എങ്ങനെയാണ് സെൽ ഡിഫറൻഷിയേഷൻ നടക്കുന്നത്? ബൈ അണ്ടർഗോയിങ് ദ സൈഗോട്ട് അണ്ടർഗോസ് കണ്ടിന്യൂസ് ഡിവിഷൻസ് ആൻഡ് ഫോംസ് ദ ഫീറ്റസ്. ദ ഫീറ്റൽ സെൽസ് ആർ partially differentiated. Then they completely differentiate to form different kinds of cells. So that process, the gradual change in the structure and function, that is cell differentiation. Okay. Then formation of fetus, significance of cell differentiation, definition for cell differentiation. Then after, peculiarities of stem cells. Then compensation of destroyed tissues by stem cells. Then stem cells found in some parts of our body like bone marrow, skin, digestive tract, എംബ്രിയോയിൽ കാണുന്നുണ്ട് കേട്ടോ. എംബ്രിയോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. ഈ സ്റ്റെം സെൽ റിലേറ്റഡ് ടു ഫീറ്റിസൈഡ് ഇൻ എനി വേ? ഫീറ്റിസൈഡ് എന്ന് വെച്ചാൽ ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കുക, അബോർഷൻ. ഓക്കെ, അപ്പം അതുമായിട്ട് ഇതിനെന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഈ അബോർഷൻ അല്ലെങ്കിൽ ഫീറ്റിസൈഡ് എന്ന് പറയുന്നത് എത്തിക്കൽ ഇഷ്യൂവിൽ പെടുന്നതാണ്. അതായത് നിയമപരമായിട്ട് ഭയങ്കര പ്രശ്നമാണത്. ഓക്കെ, നിയമവിരുദ്ധമാണ്, അൺഎത്തിക്കലാണ്. അപ്പം അങ്ങനെയുള്ളത് ഈ പറഞ്ഞ സ്റ്റെം സെല്ലിന് ഇത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ട് അത് കിട്ടാൻ വേണ്ടി ഫീറ്റിസൈഡുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓക്കെ, ഞാൻ വലിയൊരു ക്ലൂ ആണ് തന്നത്. ഇനി ആ ഒരു ആൻസറിലേക്കാണ് വരിക. അപ്പം അതുകൊണ്ട് ജസ്റ്റ് കണ്ടുപിടിക്കുക ഇതിൻ്റെ ആൻസർ. ഓക്കെ, സോ താങ്ക് യു.